ആധുനികതയിൽ വിശ്വാസ ജീവിതം എന്ന വിഷയത്തിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. പ്രാർത്ഥനയോടെ തിരുവചനത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. കഴിഞ്ഞ എപ്പിസോഡുകളിലൊക്കെയും അനേകരുടെ ജീവിതത്തിൽ അനുഗ്രഹമായിരുന്നു എന്നറിയുന്നതിൽ വളരെ സന്തോഷമുണ്ട്. പ്രോഗ്രാമുകൾ എത്രത്തോളം നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമായി തീർന്നു എന്ന് അറിയിക്കുന്നത് കേൾക്കുമ്പോൾ വളരെയധികം സന്തോഷമുണ്ട്. ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനത്തിന് നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങളെ വരുത്തുവാനായിട്ട് കഴിയും. ഒരിക്കൽ കൂടെ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് യാക്കോബിൻ്റെ ലേഖനം 2-ാം അധ്യായം 9-ാമത്തെ തിരുവചനത്തിൽ നിന്നാണ്. മുഖപക്ഷം കാണിച്ചാലോ പാപം ചെയ്യുന്നു, നിങ്ങൾ ലംഘനക്കാർ എന്ന് ന്യായപ്രമാണത്താൽ തെളിയുന്നു. മുഖപക്ഷം എന്നുള്ളത് ഈ കാലഘട്ടങ്ങളിലെ ഏറ്റവും അധികം വിശ്വാസ സമൂഹത്തിൽ നിലനിൽക്കുന്ന ഒരു കാര്യമാണ്. വിശുദ്ധ തിരുവചനത്തിൽ ആദ്യം മുതൽ അവസാനം വരെയും നാം പഠിക്കുമ്പോൾ പാപത്തിൻ്റെ വലിയ ഒരു ലിസ്റ്റ് തന്നെ നമുക്ക് കാണുവാൻ കഴിയും. ഏദൻ തോട്ടത്തിൽ ആദമും ഹവ്വയും ദൈവത്തോടുള്ള അനുസരണക്കേട് ചെയ്തതുകൊണ്ട് അവർ പാപം ചെയ്യുവാനിടയായി തീർന്നു. അനുസരണക്കേട് എന്നുള്ളത് ഏറ്റവും ആദ്യത്തെ പാപമായി നമുക്ക് തിരുവചനത്തിൽ കാണുന്നു. എന്നാൽ തുടർന്ന് വിവിധ ഭാഗങ്ങൾ വിശുദ്ധ തിരുവചനത്തിൽ നിന്ന് നമ്മൾ പഠിക്കുമ്പോൾ പലരും വിവിധമായ നിലകളിൽ അനുസരണക്കേട് കാണിച്ചതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. യാക്കോബിൻ്റെ ലേഖനം പഴയ നിയമ ശുശ്രൂഷകളെയും പുതിയ നിയമ ശുശ്രൂഷയെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു കണ്ണിയായിട്ടാണ് നാം പഠിക്കുന്നത്. യാക്കോബ് മുൻകാലങ്ങളിൽ നിലനിന്നതായിരിക്കുന്ന അടിമത്ത വ്യവസ്ഥകളിൽ നിന്ന് ക്രിസ്തുയേശുവിൽ കൂടെ ലഭിച്ചതായ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് ജനത്തെ ബോധവൽക്കരിക്കുക എന്നുള്ളതായ വലിയ ഒരു ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ടാണ് യാക്കോബ് തൻ്റെ ലേഖനം എഴുതുന്നത്. ആദിമ കാലഘട്ടങ്ങളിൽ വർണ്ണവിവേചനം, അതുപോലെ തന്നെ സാമ്പത്തികത്തിലും ശാരീരികമായിരിക്കുന്നതും ഉന്നത നിലവാരം സമൂഹത്തിലുള്ളവരും എന്നീ നിലകളിൽ മനുഷ്യനെ വേർതിരിച്ച് കാണുന്ന ഒരു സമ്പ്രദായമുണ്ടായിരുന്നു. എന്നാൽ അതിൽ നിന്നെല്ലാം വളരെ വ്യത്യസ്തമായി ക്രിസ്തീയ സമൂഹം, ക്രിസ്തുവിലായി തീർന്ന ഒരു വ്യക്തി വളരെ വ്യത്യസ്തമായി ചിന്താഗതികളിലേക്ക് പ്രവേശിക്കേണ്ട കാലഘട്ടമായിരിക്കുന്നു എന്ന് യാക്കോബ് വെളിപ്പെടുത്തുകയാണ്. അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ് പ്രകാരം എഴുതി, സ്വാതന്ത്ര്യത്തിനായി ക്രിസ്തു നിങ്ങളെ സ്വതന്ത്രരാക്കി, ഇനിയും അടിമനുഖത്തിൽ പെട്ടുപോകരുത്. സ്വാതന്ത്ര്യം ക്രിസ്തുവിലൂടെ ലഭിച്ചുവെങ്കിലും മനുഷ്യന് പുറമേ കാണുന്ന ലോകപരമായി സാമൂഹികപരമായിരിക്കുന്ന പല സ്വാതന്ത്ര്യങ്ങളിൽ ലഭിച്ചുവെങ്കിലും മാനസികമായിരിക്കുന്ന മനസ്സിൻ്റെ ചിന്തകളിൽ കൊണ്ടു നടക്കുന്ന പല വിഷയങ്ങളുടെ മേൽ ഇന്നും സ്വാതന്ത്ര്യം ലഭിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് ഈ ആധുനികതയിലെ പ്രത്യേകമായിരിക്കുന്ന ഒരു ചിന്ത തന്നെയാണ്. പുറമേ നോക്കുമ്പോൾ ഒരുപക്ഷെങ്കിൽ ആ വ്യക്തി ഒരുപാട് മാറിയിട്ടുണ്ടായിരിക്കാം, ഒരുപാട് മാറ്റങ്ങൾക്ക് വിധേയപ്പെട്ടിട്ടുണ്ടായിരിക്കാം. എന്നാൽ അകത്തെ മനുഷ്യനെ നോക്കുമ്പോൾ, ഹൃദയത്തെ പരിശോധിക്കുമ്പോൾ, അവരുടെ ചിന്തകളെ പരിശോധിക്കുമ്പോൾ ഒരുപാട് അടിഞ്ഞുകൂടി കിടക്കുന്ന പാപക്കറകൾ ഒരുപക്ഷെങ്കിൽ നമുക്ക് കാണുവാൻ കഴിയും. അതുകൊണ്ട് യാക്കോബ് വളരെ കൃത്യമായി തന്നെ പറയുന്നു, നിങ്ങളുടെ ജീവിതത്തിൽ മുഖപക്ഷം കാണിച്ചാൽ നിങ്ങൾ പാപം ചെയ്യുന്നു. പ്രത്യക്ഷത്തിൽ കാണുന്ന പാപങ്ങളാണ് മദ്യപാനം, കൊലപാതകം എന്നീ നിലകളിൽ പൊതുസമൂഹത്തിൽ അറിയപ്പെടുന്ന നിലകളുള്ള പാപങ്ങളെ നമുക്ക് കാണുവാൻ കഴിയും. എന്നാൽ ഒരു വ്യക്തിയുടെ ഹൃദയത്തിനകത്ത് അടിഞ്ഞുകിടക്കുന്ന പാപക്കറകൾ ഏത് എന്ന് കണ്ടുപിടിക്കുവാൻ മനുഷ്യന്റെ നഗ്നനേത്രങ്ങൾ കൊണ്ടോ മനുഷ്യനിർമ്മിതമായിരിക്കുന്ന ഏതെങ്കിലും ഉപകരണങ്ങൾ കൊണ്ടോ കഴിയുകയില്ല. മനുഷ്യ ഹൃദയത്തിൽ അടിഞ്ഞുകൂടി കിടക്കുന്ന പാപക്കറകളെ കാണുവാൻ ദൈവത്തിന് മാത്രമേ കഴിയുകയുള്ളൂ. ആ പാപക്കറകളെ കഴുകിക്കളയുന്നതിന് വേണ്ടിയിട്ട് ഈ ലോകത്തിൽ ഇന്നുവരെയും ഒരു നിലകളിലുമുള്ളതായിരിക്കുന്ന ഡിറ്റർജൻറ്റുകളോ മറ്റേതെങ്കിലും പദാർത്ഥങ്ങൾ കണ്ടുപിടിച്ചിട്ടില്ല. മനുഷ്യ ഹൃദയത്തിൻ്റെ അഴുക്കുകളെ കഴുകിക്കളയുവാൻ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രക്തത്താൽ മാത്രമേ സാധ്യമാകുകയുള്ളൂ. അതുകൊണ്ട് വിശുദ്ധ തിരുവചനം നമ്മൾ പഠിക്കുമ്പോൾ
മനുഷ്യൻ്റെ ജീവിതത്തിൽ പ്രത്യക്ഷത്തിൽ കാണുന്ന പാപങ്ങൾ ഒഴികെ അനേക പാപങ്ങൾ മനുഷ്യൻ്റെ മനസ്സിനകത്ത് അടിഞ്ഞുകൂടി കിടക്കുന്നുണ്ട് എന്നുള്ളത് ശ്രദ്ധേയമായിരിക്കുന്ന ഒരു വിഷയമാണ്. പാഷ്വാലിറ്റി അല്ലെങ്കിൽ മുഖപക്ഷം കാണിക്കുക എന്നുള്ളത് പാപമെന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നു. എന്തുകൊണ്ടാണ് മുഖപക്ഷം കാണിക്കുന്നത് പാപമാണ് എന്ന് പറയുന്നതിനുള്ള കാരണം ആദിമ കാലഘട്ടങ്ങളിൽ ആദിമ സഭ യെരുശലേമിൽ അതിശക്തമായി പ്രവർത്തനം മുന്നേറിക്കൊണ്ടിരിക്കുമ്പോൾ, അപ്പോസ്തലന്മാരിലൂടെ കർത്താവ് അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ, അപ്പോസ്തലനായിരിക്കുന്ന പത്രോസിന്റെ പക്ഷം രക്ഷ യഹൂദന്മാർക്ക് വേണ്ടി മാത്രമുള്ളത് എന്ന് താൻ ഊന്നി പറയുമ്പോൾ, അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ് പറഞ്ഞു, ഇല്ല, രക്ഷ സകല ജാതികൾക്കും ഉള്ളതാണ്. ഈ രക്ഷയെ തമ്മിൽ ചൊല്ലിയുള്ളതായിരിക്കുന്ന വലിയ തർക്കങ്ങൾ അവർ തമ്മിലുണ്ടായി. എന്നാൽ അവസാനം സ്വർഗം കൊടുത്തതായിരിക്കുന്ന ദർശനത്തിന് വിധേയപ്പെടേണ്ടി വന്ന പത്രോസിന് സ്വർഗം മനസ്സിലാക്കി കൊടുത്തു. തൻ്റെ ദർശനത്തിൽ കണ്ടതായിരിക്കുന്ന ദുപ്പട്ടിയിൽ ഇറങ്ങി വന്ന ഭൂമിയിലെ സകല ഇഴജാതികളും നാൽക്കാലികളെക്കുറിച്ചും താൻ കണ്ടതായിരിക്കുന്ന ദർശനം ഇതെല്ലാം എടുത്തു താൻ ഭക്ഷിക്കുക എന്ന് സ്വർഗം പറയുമ്പോൾ, അവിടെ തനിക്കത് ഭക്ഷിക്കുന്നതിനുള്ള ബുദ്ധിമുട്ട് താൻ സ്വർഗത്തോട് അറിയിക്കുമ്പോൾ സ്വർഗം പറയുന്നു, ദൈവം ശുദ്ധീകരിച്ചതിനെ മനുഷ്യരൊരിക്കലും അവഗണിക്കുവാൻ പാടില്ല. പത്രോസിന് തൻ്റെ കുറ്റം മനസ്സിലായി, തൻ്റെ തെറ്റിന് മനസ്സിലായി. താൻ വീണ്ടും കർത്തൃവേലയിലേക്ക് മടങ്ങി വന്ന് കർത്താവിൻ്റെ ശക്തമേറിയ സുവിശേഷ പ്രചരണത്തിൽ പങ്കാളിയാകുവാനായിട്ട് ഇടയായി തീർന്നു. അപ്പോൾ മുഖപക്ഷം എന്നുള്ളത് കാലഘട്ടങ്ങളിൽ ആധുനികതയിൽ നിലനിൽക്കുന്ന ഒരു പാപം തന്നെയാണ്. പലപ്പോഴും വിശ്വാസ സമൂഹത്തിൽ പലരും മുഖപക്ഷം കാണിക്കുന്നു. അപ്പോസ്തലനായിരിക്കുന്ന പത്രോസ് മുഖപക്ഷം കാണിച്ചതാണ് ആ നിലകളിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത്. എന്നാൽ ദൈവത്തിൻ്റെ ആത്മാവ് തന്നോട് സംസാരിക്കുമ്പോൾ താൻ അതിന് വിധേയപ്പെട്ടു. ഇന്ന് ഈ മെസ്സേജ് കേൾക്കുന്ന സമയത്ത് നിങ്ങളുടെ ദൈവത്തിൻ്റെ ആത്മാവ് ഉള്ളത്തിൽ പ്രേരണ ലഭിക്കുന്നുവെങ്കിൽ, നിങ്ങളെ ബോധ്യപ്പെടുത്തുന്നുവെങ്കിൽ, നിങ്ങളുടെ ഉള്ളത്തിലുള്ളതായിരിക്കുന്ന തെറ്റായ ധാരണകളും ചിന്തകളും മാറ്റിവെച്ചുകൊണ്ട് ദൈവത്തിൻ്റെ ഹിതത്തിന് വേണ്ടി സമർപ്പിക്കപ്പെടുവാൻ ഞാൻ ഓർപ്പിക്കുകയാണ്. എന്താണ് ഇവിടെ പാപമായിട്ട് പറയുന്നത്? മുഖപക്ഷം കാണിക്കുക, പാർഷ്വാലിറ്റി എന്ന് നമ്മളതിന് ഇംഗ്ലീഷിൽ പറയും. ഒരിക്കലും മുഖപക്ഷം കാണിക്കുവാൻ പാടില്ല. ഇതേ അധ്യായത്തിൽ യാക്കോബ് 2-ാം അധ്യായം അതിൻ്റെ 2, 3, 4 വചനങ്ങളിൽ നാം വായിക്കുമ്പോൾ, ഒരു വ്യക്തി പള്ളിയിൽ മോടിയുള്ള വസ്ത്രം ധരിച്ചും പൊന്മോതിരം ഇട്ടും കൊണ്ട് ഒരുത്തനും മുഷിഞ്ഞ വസ്ത്രം ധരിച്ചുകൊണ്ട് ദരിദ്രനും വന്നാൽ നിങ്ങൾ മോടിയുള്ള വസ്ത്രം ധരിച്ചവനെ നോക്കി ഇവിടെ സുഖമായിരുന്നാലും എന്നും ദരിദ്രനോട് നീ അവിടെ നിൽക്ക, അല്ലെങ്കിൽ എൻ്റെ പാദപീഠത്തിൽ ഇരിക്ക എന്നും പറയുന്നു എങ്കിൽ നിങ്ങൾ ഉള്ളിൽ പ്രമാണമില്ലാതെ ന്യായരഹിതമായി വിധിക്കുന്നവരായില്ലയോ? ഇങ്ങനെ ജനത്തെ പുറമേ കണ്ടുകൊണ്ട് വിധിക്കുന്നതായിരിക്കുന്ന വ്യക്തികളോട് വചനം എന്താണ് പറയുന്നത്? നിങ്ങൾ ഉള്ളിൽ പ്രമാണമില്ലാതെ ന്യായരഹിതമായി വിധിക്കുന്ന വ്യക്തികളാണ്. പുറമേയുള്ളതായിരിക്കുന്ന ബിഹേവിയർ ആകാം, അവരുടെ സൗന്ദര്യമാകാം, അവരുടെ സാമ്പത്തിക നിലകളാകാം, ഇവയെല്ലാം കണ്ടുകൊണ്ട് പുറമേ ഒരു വ്യക്തിയെ കണ്ടുകൊണ്ട് വിധിക്കുന്നെങ്കിൽ അവരെക്കുറിച്ച് വിശുദ്ധ വചനം പറയുന്നു, നിങ്ങൾ ഉള്ളിൽ പ്രമാണമില്ലാത്തവരത്രേ. എന്തുകൊണ്ടാണ് ഉള്ളിൽ നിങ്ങൾക്ക് പ്രമാണമില്ല എന്ന് പറയുന്നതിന് കാരണം, യേശുക്രിസ്തു തൻ്റെ ഇഹലോക ജീവിതത്തിൽ കർത്താവ് പാപികളെയും രോഗികളെയും നാനാ ജാതി മത വ്യവസ്ഥകൾ ഉള്ളവരെയും ഒരുപോലെ സ്നേഹിച്ചിരുന്നു, അവരെ കൈക്കൊണ്ടിരുന്നു. അവരോട് മാറി നിൽക്ക എന്ന് ഒരിക്കലും കർത്താവ് പറഞ്ഞിട്ടില്ല. അവരെല്ലാം ക്രിസ്തുവിൻ്റെ അടുക്കിലേക്ക് അനയിക്കപ്പെട്ടവരാണ്. ക്രിസ്തു അവരെ സ്നേഹിച്ചവരാണ്. യേശുക്രിസ്തുവിൻ്റെ ശുശ്രൂഷകൾ മുഴുവനായി നമ്മൾ പഠിക്കുമ്പോൾ കർത്താവായ യേശുക്രിസ്തു തൻ്റെ ശുശ്രൂഷകളിൽ മറ്റുള്ളവരെയെല്ലാം ചേർത്ത് നിർത്തുന്നതായി നമുക്ക് കാണുവാനായിട്ട് കഴിയും. അപ്പോൾ വചനം പറയുന്നു, നിങ്ങൾ ഉള്ളിൽ പ്രമാണമില്ലാതെ ന്യായരഹിതമായി വിധിക്കുന്നവരാകുന്നു. അപ്പോൾ മുഖപക്ഷം കാണിക്കുന്നവരെ കുറിച്ച് വിശുദ്ധ വചനം പറയുന്നു, നിങ്ങൾ പാപം ചെയ്യുന്നു. ഒരു ദൈവവൈതലിനെ സംബന്ധിച്ച് മുഖപക്ഷം കാണിക്കുവാൻ പാടില്ല എന്നുള്ളതാണ് വചനം നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ ഒരു അറിയിപ്പ്. അപ്പോൾ മുഖപക്ഷം എന്നുള്ളത് നമുക്ക്
അനുവദനീയമായിരിക്കുന്ന ഒരു കാര്യമല്ല. മുഖപക്ഷം കാണിക്കുന്നുവെങ്കിൽ നിങ്ങൾ പാപം ചെയ്യുകയത്രേ. അപ്പോൾ ഈ ലോകത്തിൽ നമ്മൾ കാണുന്നതായിരിക്കുന്ന പാപങ്ങൾ മാത്രമല്ല, മനുഷ്യന്റെ ഹൃദയത്തിനകത്ത് അടിഞ്ഞുകൂടുന്ന പാപക്കറകളിൽ നിന്ന് ഉത്ഭവിക്കുന്ന പാപങ്ങളുമുണ്ട് എന്ന് യാക്കോബ് ഇവിടെ വെളിപ്പെടുത്തുകയാണ്. യേശുക്രിസ്തുവിൻ്റെ ശുശ്രൂഷകളിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത് ക്രിസ്തു എല്ലാവരെയും സ്നേഹിച്ചു എന്നുള്ളതാണ്. കർത്താവ് ഒരിക്കലും പാർഷ്വാലിറ്റി കാണിച്ചതായി നമുക്ക് കാണുവാൻ കഴിയുന്നില്ല. കർത്താവ് ആരുടെ അടുക്കലും മുഖപക്ഷം കാണിച്ചതായി നമുക്ക് കാണുവാൻ കഴിയുന്നില്ല. ലൂക്കോസിന്റെ സുവിശേഷം 6-ാം അധ്യായം 40-ാമത്തെ തിരുവചനം, അഭ്യാസം ശിഷ്യൻ ഗുരുവിന് മീതിയല്ല, അഭ്യാസം തികഞ്ഞവൻ എല്ലാം ഗുരുവിനെ പോലെ ആകും. ശിഷ്യനെ കുറിച്ച് പറയുമ്പോൾ ശിഷ്യൻ ഒരിക്കലും ഗുരുവിന് മീതെയല്ല. നമ്മളെല്ലാവരും ശിഷ്യന്മാരാകുവാൻ കർത്താവ് വിളിച്ചു വേർതിരിക്കപ്പെട്ടവരാണ്. കർത്താവ് തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങൾ ഭൂലോകമെമ്പാടും പോയി ഈ സുവിശേഷം അറിയിച്ച് സകലരെയും ശിഷ്യരാക്കി കൊള്ളുകണം. കർത്താവിൻ്റെ പിന്നാലെ അനുഗമിക്കുന്ന നാം ഓരോരുത്തരും കർത്താവിൻ്റെ ശിഷ്യഗണങ്ങളാണ്. അങ്ങനെയെങ്കിൽ ശിഷ്യൻ ഒരിക്കലും ഗുരുവിന് മീതെ ഇരിപ്പാൻ ദൈവം അനുവദിക്കുന്നില്ല. അപ്പോൾ നമുക്കവിടെ ഒരിക്കലും ചെറുപ്പമെന്നോ വലിപ്പമെന്നോ ഭാവം നമ്മളിൽ ഉണ്ടാകത്തില്ല. നാം ഗുരുവിനെ പോലെ ആയിത്തീരുവാൻ ദൈനംദിനം ശ്രമിച്ചു കൊണ്ടിരിക്കുക. ഈ ലോകത്തിലായിരിക്കുന്ന ഓരോ ദൈവത്തിൻ്റെ പൈതലും ഓരോ ദൈവമക്കളും നാം ക്രിസ്തുയേശുവിനെ പോലെ ആയിത്തീരുവാൻ ദൈനംദിനം പ്രയത്നിക്കുന്നവരത്രേ. ആ പ്രയത്നത്തിൻ്റെ ഫലമായിട്ടാണ് നമ്മിൽ ഈ പറയുന്നത് പോലെ പാർഷ്വാലിറ്റി, മുഖപക്ഷം ഇല്ലാതെയാക്കുവാൻ നമുക്ക് കഴിയുന്നത്. മറിച്ച് നിങ്ങൾ ഈ ലോകത്തിലായിരിക്കുമ്പോൾ മറ്റുള്ളവരോട് മുഖപക്ഷം കാണിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ പാപത്തിന് വിധേയപ്പെടുകയാണ്. പാപം നിങ്ങളെ കാർന്നു തിന്നുന്ന ഒരനുഭവത്തിലേക്ക് വരികയാണ്. ആകയാൽ പ്രിയ ദൈവമക്കളെ, പാപത്തിൽ ജീവിപ്പാൻ ഒരിക്കലും പാടില്ല. കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരുക്കപ്പെടുന്ന എല്ലാ ദൈവജനവും പാപത്തെ വിട്ടോടേണ്ടതായിട്ട് ഉണ്ട്. രഹസ്യമായി നമ്മുടെ സ്വഭാവത്തിലും നമ്മുടെ ഉള്ളത്തിലും നമ്മൾ പറയുന്ന വാക്കുകളിലും നമ്മുടെ നോട്ടത്തിലും ചിന്തകളിൽ പോലും പാപം പതിയിരിക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. കറകളഞ്ഞതായിരിക്കുന്ന ഒരു ആത്മീക ജീവിതമാണ് നമുക്ക് ആവശ്യവേണ്ടത്. പുറമെ മനുഷ്യനെ കാണിക്കുന്നതിന് വേണ്ടി ഉള്ളതായിരിക്കുന്ന ഒരു വിശ്വാസ രീതിയല്ല ദൈവമക്കൾ ഈ കാലഘട്ടങ്ങളിൽ ആധുനികതയിൽ വച്ചു പുലർത്തേണ്ടത്. ആധുനിക കാലഘട്ടത്ത് മനുഷ്യൻ സ്വസ്നേഹികളായി തീരുന്നതായിരിക്കുന്ന ഒരു അനുഭവം ഈ കാലഘട്ടങ്ങളുടെ പ്രത്യേകതയാണ്. ഇത് കർത്താവ് തൻ്റെ പ്രഭാഷണത്തിൽ തന്നെ, സുവിശേഷീകരണത്തിൽ തന്നെ താൻ അത് ഓർപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് മനുഷ്യൻ സ്വാഭാവികമായും ഉണ്ടാകുന്ന ചില സ്വഭാവ വിശേഷതകളാണ് പണമുള്ളവനെ സ്നേഹിക്കുക, ദരിദ്രനെ മാറ്റി നിർത്തുക. അതുപോലെ തന്നെയാണ് ഉയർന്ന ജീവിത സാഹചര്യമുള്ളവനെ ചേർത്ത് നിർത്തുക, അല്ലാത്തവരെ മാറ്റി നിർത്തുന്ന ഒരനുഭവം. അതുപോലെ തന്നെ സൗന്ദര്യമുള്ളവരെ കൂടെ നിർത്തുക, അല്ലാത്തവരെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കി നിർത്തുകയാണ്. എന്നാൽ ക്രിസ്തുവിൻ്റെ മനോഭാവത്തിലേക്ക് വരുവാൻ ആഗ്രഹിക്കുന്നവർ, ക്രിസ്തുവിൻ്റെ യഥാർത്ഥ ഒരു ശിഷ്യനായി തീരുവാൻ, ശിഷ്യത്വം സ്വീകരിപ്പാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് നാം ക്രിസ്തുവിനെ പോലെ ആയിത്തീരേണ്ടതായിട്ടുണ്ട്. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ കറകളഞ്ഞതായിരിക്കുന്ന ഒരു ഗ്ലോറിഫൈഡ് ലൈഫാണ് നമ്മൾ ആഗ്രഹിക്കുന്നതെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നിന്ന് എന്നേക്കുമായി നാം പാർഷ്വാലിറ്റി അകറ്റിക്കളയേണ്ടതായിട്ടുണ്ട്. മുഖപക്ഷം എന്നുള്ളത് നമ്മുടെ ജീവിതത്തിൽ നിന്ന് എടുത്തു കളയേണ്ടതായിട്ടുണ്ട്. ദൈവത്തിൻ്റെ സ്തോത്രം. 4-ാം വാക്യത്തിൽ നമ്മൾ വായിച്ചത് ഇപ്രകാരമായിരുന്നു: നിങ്ങൾ ഉള്ളിൽ പ്രമാണമില്ലാതെ ന്യായരഹിതമായി വിധിക്കുന്നവരാകില്ലയോ? നിങ്ങൾ ഉള്ളിൽ പ്രമാണമില്ലാത്തവരായിത്തീരുന്നു. പാർഷ്വാലിറ്റി, മുഖപക്ഷം നിങ്ങൾ കാണിക്കുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾക്ക് പ്രമാണമില്ലാതെ പോകുന്നു. വിശുദ്ധ തിരുവചനം നമ്മൾ പഠിക്കുമ്പോൾ ക്രിസ്തീയ ജീവിതം ഒരു പ്രമാണത്തിന് അധീനപ്പെട്ട് ജീവിക്കുന്നതാണ്. ഒരുപക്ഷെങ്കിൽ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകാം, ന്യായപ്രമാണമെല്ലാം ക്രിസ്തുയേശുവിൻ്റെ ക്രൂശ് മരണത്തോടുകൂടെ ആ വേർപാടിനെ നടിച്ചുവർ ഇടിച്ചു കളഞ്ഞുവെന്ന് പലരും തെറ്റായി ധരിക്കുന്നവരുണ്ടായിരിക്കാം. എന്താണ് വേർപാടിനെ നടിച്ചുവർ കർത്താവ് ഇടിച്ചു കളഞ്ഞുവെന്ന് അവിടെ ആശയം ഉൾക്കൊള്ളുന്നത്? മറ്റൊന്നുമല്ല, ക്രിസ്തുവിനോട് ചേരുന്നതിന് അല്ലെങ്കിൽ ദൈവത്തോട് അടുക്കുന്നതിന് മനുഷ്യന്
പല നിയമങ്ങൾ തടസ്സമായിരുന്നു. ആ നിയമങ്ങളെല്ലാം കർത്താവായ യേശു ക്രിസ്തു എടുത്ത് മാറ്റിക്കളഞ്ഞു എന്നുള്ളതാണ് അർത്ഥമാക്കുന്നത്. അപ്പോൾ ദൈവത്തോട് അടുത്തു വരുന്നതിന് ന്യായപ്രമാണത്തിലെ പല നിയമങ്ങളും അനുവദനീയമായിരുന്നില്ല, അല്ലെങ്കിൽ മനുഷ്യന് പല തടസ്സങ്ങൾ അതിനകത്ത് നേരിട്ടിട്ടുണ്ട്. എന്നാൽ ആ തടസ്സങ്ങളെ എല്ലാം മാറ്റിക്കൊണ്ട് യേശുക്രിസ്തുവിൻ്റെ ക്രൂശ് യാഗമരണം മനുഷ്യന് ദൈവത്തോട് ഏറ്റവും അടുത്ത് ചെല്ലുന്നതിന് ദൈവം വഴിയൊരുക്കി. അടുത്തതായി നമ്മൾ ചിന്തിക്കുന്നത് വി ബിക്കം ജഡ്ജ് വിത്ത് ഈവിൾ തോട്ട്സ്. പലപ്പോഴും നമ്മൾ മറ്റുള്ളവരെ വിധിക്കുമ്പോൾ ഒരു കാര്യം ഓർക്കുക, നമ്മൾ സാത്താൻ്റേതായിരിക്കുന്ന ജഡ്ജ്മെൻ്റ് മനോഭാവത്തിലേക്ക് വരികയാണ്. മറ്റുള്ളവരെ വിധിക്കുക എന്നുള്ളത് ദൈവം ഒരിക്കലും ആഗ്രഹിക്കുന്ന ഒരു കാര്യമല്ല. ദൈവത്തിന് സ്തോത്രം. ദൈവം എപ്പോഴും അത് വെറുക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. നാം ഓരോരുത്തരും ദൈവസന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരുമായി തീരണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. അതുപോലെ തന്നെ മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായത്തിലേക്ക് നാം വരുമ്പോൾ 1-ാമത്തെ തിരുവചനം ഇപ്രകാരം പറയുന്നു: നിങ്ങൾ വിധിക്കപ്പെടാതിരിക്കേണ്ടതിന് വിധിക്കരുത്, നിങ്ങൾ ആരെയും വിധിപ്പാൻ ഇടയാകരുത്. ആരാണ് വിധിക്കുന്നത്? ദൈവം ഒരുവനാണ് വിധികർത്താവായിട്ടുള്ളത്. ഈ ലോകത്തിലെ ജഡ്ജ്മെൻറ്റുകളൊക്കെ നോക്കുക, അതൊരുപക്ഷെങ്കിൽ സ്വാധീനത്തിന്മേലോ സാമ്പത്തികത്തിന്മേലോ ഒക്കെയും ആ കാര്യാദികൾ നടക്കുമ്പോൾ ദൈവം ന്യായമായി വിധി കൽപ്പിക്കുന്ന ഒരു വിധികർത്താവ് നമുക്ക് ഉയരത്തിലുണ്ട്. എന്നാൽ മനുഷ്യനോട് പറയുന്നു, നിങ്ങൾ ആരെയും വിധിക്കരുത്. ദൈവത്തിന് സ്തോത്രം. നാം ആരെയും വിധിക്കുവാൻ ദൈവം അനുവദിക്കുന്നില്ല. നമ്മുടെ കുറവുകളെ കണ്ട് ദൈവസന്നിധിയിൽ നമ്മെ തന്നെ സമർപ്പിക്കപ്പെട്ടതായ നല്ല ഒരു ക്രിസ്തീയ ജീവിതത്തിന് ഉടമകളാക്കി തീർക്കണമെന്ന് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. അതുപോലെ തന്നെ യോഹന്നാന്റെ സുവിശേഷത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ യോഹന്നാന്റെ സുവിശേഷം 7-ാം അധ്യായം അതിൻ്റെ 24-ാമത്തെ വചനത്തിൽ ഇപ്രകാരം കാണുവാൻ കഴിയുന്നു: കാഴ്ചപ്രകാരം വിധിക്കരുത്, നീതിയുള്ള വിധി വിധിപ്പീൻ. നാം ഒരിക്കലും കാഴ്ചപ്രകാരം ആരെയും വിധിക്കരുത്. ഇന്ന് ലോകത്തിൽ പുറമേ കാണുന്ന കാഴ്ചകൾക്കനുസരിച്ച് മറ്റുള്ളവരെ വിധിക്കുന്നവരാണ് ലോകം. ഈ ആധുനിക കാലഘട്ടത്തിൽ വിശ്വാസഗോളത്തിലേക്കും ഇത് പ്രവേശിച്ചിരിക്കുന്നു. മറ്റുള്ളവരെ മുഖം കണ്ടുകൊണ്ട്, അവരുടെ സാഹചര്യങ്ങൾ കണ്ടുകൊണ്ട് വിധിക്കുന്ന ഒരു ലോകമാണിന്ന്. എന്നാൽ ദൈവപുരുഷനായിരിക്കുന്ന ശമൂവേൽ പ്രവാചകൻ ഇശായിയുടെ ഭവനത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ ദൈവമായിരിക്കുന്ന യഹോവയാം ദൈവം ശമൂവേലിനോട് പറഞ്ഞത്, ഇശായിയുടെ ഭവനത്തിൽ നിന്ന് ഇസ്രായേലിൻ്റെ രാജാവിനെ അഭിഷേകം ചെയ്തെടുക്കണം. ഇശായിയുടെ ഭവനത്തിലേക്ക് കടന്നു ചെന്ന ശമൂവേൽ പ്രവാചകന്റെ മുന്നിലേക്ക് ഇശായി തൻ്റെ മക്കളെ എല്ലാം കടത്തിവിടുമ്പോൾ ശമൂവേൽ പൊക്കമുള്ളവനെയും കാണാൻ സൗന്ദര്യമുള്ളവനെയും ആരോഗ്യദൃഢമാത്തനെയും ഒക്കെയും കണ്ടുകൊണ്ട് പലപ്പോഴും ശമൂവേൽ പ്രവാചകൻ ചിന്തിച്ചു, ഇവനായിരിക്കാം ദേശത്തിലെ രാജാവായി ദൈവം തിരഞ്ഞെടുക്കാൻ പോകുന്നത്. പക്ഷേ ആ സമയം സ്വർഗത്തിലെ ദൈവം ശമൂവേൽ പ്രവാചകനോട് ഇപ്രകാരമാണ് ഇടപെട്ടത്: മനുഷ്യൻ പുറമേ ഉള്ളതിനെ നോക്കുന്നു, ദൈവമോ ഹൃദയങ്ങളെ ശോധന ചെയ്യുന്നു. അതുകൊണ്ട് പുറമേ കാണുന്ന ഭംഗിയും പുറമേ കാണുന്നതായിരിക്കുന്ന സൗന്ദര്യവും അവൻ്റെ കായിക ശേഷിയും കണ്ടുകൊണ്ട് ശമൂവേലിനോട് പറഞ്ഞു, നീ രാജാവിനെ എടുക്കരുത്. ദൈവം കാണിപ്പാനിരിക്കുന്ന വ്യക്തിയെ അല്ലാതെ മറ്റൊരുവനെ ആ കുടുംബത്തിൽ നിന്ന് ദൈവം രാജാവായി എടുത്തില്ല. മനുഷ്യൻ ഈ കാലഘട്ടങ്ങളിൽ പുറമെയുള്ളതിനെ നോക്കുകയാണ്. ഒരിക്കൽ അബ്രഹാമിൻ്റെ കൂടെ ഇറങ്ങിത്തിരിച്ച ലോത്ത് തൻ്റെ പാതി വഴിയിൽ യാത്രയുടെ പകുതിയായപ്പോൾ സോദോം ഗൊമോറ എന്ന് പറയുന്ന സ്ഥലത്തെത്തിയപ്പോൾ ദേശം കണ്ടു. വളരെ മനോഹരമായിരിക്കുന്ന നീരുറവുകളുള്ള ദേശം കണ്ടു കഴിഞ്ഞപ്പോൾ ലോത്ത് അബ്രഹാമിനോട് പറഞ്ഞു, എന്നാൽ ഞാൻ ഇവിടം വരെയേ ഉള്ളൂ, ഇനി അങ്ങോട്ട് ഞാൻ തുടരുന്നില്ല, ഞാൻ സോദോം ഗൊമോറയിൽ എൻ്റെ പോകുന്നു. ഇങ്ങനെ ലോത്ത് പ്രഥമ ദൃഷ്ടിയാൽ, അതിന് യോഹന്നാൻ അപ്പോസ്തലൻ ഇപ്രകാരമാണ് എഴുതിയത്, കൺമോഹം. അപ്പോൾ കണ്ണുകൊണ്ട് കണ്ട് ഇഷ്ടപ്പെട്ടതായിരിക്കുന്ന ആ ലോകത്തെ, ആ ഭൂപ്രദേശത്തെ കൈവശമാക്കുവാൻ ലോത്ത് ശ്രമിക്കുകയുണ്ടായി. അതുപോലെ തന്നെയാണ് ഏദൻ തോട്ടത്തിൽ സർപ്പം ഹവ്വയെ ഉപായത്താൽ ചതിച്ചത്. ഫലം തൻ്റെ മുന്നിൽ കൊണ്ടുവച്ച് ഇപ്രകാരം പറഞ്ഞു, ഈ ഫലത്തിൻ്റെ ഭംഗി നീ ആസ്വദിക്കുക, ഇത് തിന്നു കഴിഞ്ഞാൽ നിനക്ക് സംഭവിപ്പാൻ പോകുന്നത് നിങ്ങൾ ദൈവത്തെ പോലെയാകും. അതിനെ കണ്ട് മനസ്സിലാക്കി അതിൻ്റെ ഭംഗിയും എല്ലാം മനസ്സിലാക്കിയ ഹവ്വ
അത് ഭക്ഷിപ്പാനായിട്ടിടയായി തീർന്നു. ഈ ആധുനിക കാലഘട്ടത്തിൽ ഒരു കാര്യം നിശ്ചയമാണ്, പ്രഥമ ദൃഷ്ടിയിൽ കാണുന്ന രീതിയിൽ ആളുകൾ വിധിക്കുന്നതാണ്. എന്നാൽ ദൈവത്തിൻ്റെ വചനം പറയുന്നു, 2 3 പേരുടെ വാമൊഴിയാൽ മാത്രമല്ലാതെ ഒരു വ്യക്തിയെ നമുക്ക് വിധിപ്പാൻ കഴിയില്ല. കാലഘട്ടങ്ങളിൽ മറ്റുള്ളവർ പറയുന്നത് കേട്ട് മറ്റുള്ളവരെ വിധിക്കുന്ന വിധികർത്താക്കളായി തീരുകയാണ് നമ്മുടെ ആത്മീക ലോകം. അതിൽ നിന്ന് മാറേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. ഇത് പാപമാണ്. മറ്റുള്ളവരെ വിധിക്കുവാൻ ദൈവം നമ്മെ അനുവദിക്കുന്നില്ല. മറ്റുള്ളവരെ എന്തുകൊണ്ടാണ് വിധിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പാർഷ്വാലിറ്റിയുടെ ഭാഗമാണ്, മുഖപക്ഷത്തിൻ്റെ ഭാഗമാണ്. എനിക്ക് ഇഷ്ടമുള്ളവനെ ഞാൻ സ്നേഹിക്കുന്നു, അല്ലാത്തവനെ ഞാൻ വിധിക്കുന്നു. ഇത് ദൈവസന്നിധിയിൽ പാപമത്രേ. അതുകൊണ്ട് നാം ആരെയും വിധിക്കണമെന്ന് സ്വർഗത്തിലെ ദൈവം ആഗ്രഹിക്കുന്നില്ല. നാം ദൈവസന്നിധിയിൽ വളരെ നീതിമാന്മാരായി കാണപ്പെടണമെന്ന് സ്വർഗത്തിലെ ദൈവം ആഗ്രഹിക്കുകയാണ്. ഈ എപ്പിസോഡിൽ എനിക്ക് നിങ്ങളോട് പറയുവാനുള്ളത്, നാം ഒരിക്കലും മുഖപക്ഷം കാണിക്കരുത്. മുഖപക്ഷം എന്നുള്ളത് ദൈവമക്കൾക്ക് പാപമത്രേ. മുഖപക്ഷം കാണിക്കുന്നവൻ പാപം ചെയ്യുന്നുവെന്ന് വിശുദ്ധ യാക്കോബിൻ്റെ ലേഖനത്തിൽ നമ്മൾ കാണുകയാണ്. അപ്പോൾ ആത്മീക ജീവിതത്തിൽ ഈ കാലഘട്ടങ്ങളിൽ സംഭവിക്കുന്ന വളരെ ഡേഞ്ചറായിരിക്കുന്ന ഒരു സ്വഭാവ വൈകല്യം എന്ന് നമുക്ക് പറയുവാൻ കഴിയും മുഖപക്ഷം എന്നുള്ളത്. ദൈവമക്കൾ ഒരിക്കലും മുഖപക്ഷം കാണിക്കരുത്. നിങ്ങൾ ദൈവത്തിൻ്റെ വചനമാണ് പ്രമാണിക്കേണ്ടത്, മറ്റുള്ളവരുടെ വാക്കുകൾക്കല്ല ചെവി കൊടുക്കേണ്ടത്. ദൈവത്തിൻ്റെ വചനം പ്രമാണിക്കുവാനാണ് ദൈവം നമ്മെ തിരഞ്ഞെടുത്തിരിക്കുന്നത്. കർത്താവിൻ്റെ വചനം പ്രമാണിച്ച് കർത്താവിൻ്റെ വരവിൽ ചേർക്കപ്പെടുക എന്നുള്ളതാണ് ദൈവമായ കർത്താവ് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. 4-ാം വാക്യത്തിൽ എന്താണ് പറഞ്ഞത്? നിങ്ങൾ ഉള്ളിൽ പ്രമാണമില്ലാതെ ന്യായരഹിതമായി വിധിക്കുന്നവരായില്ലയോ. അപ്പോൾ ദൈവത്തിൻ്റെ വചനം പ്രമാണം നമ്മിലുണ്ടെങ്കിൽ മുഖപക്ഷം കാണിക്കുകയില്ല. അതുകൊണ്ട് തന്നെ വചനത്തെ നമുക്ക് മുറുകെ പിടിക്കാം. ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനത്തിൻ്റെ പ്രമാണങ്ങളെ ഹൃദയത്തിൻ്റെ പലകിൽ എഴുതി സൂക്ഷിക്കാം. ലോകത്തിൻ്റെ പിറകാലെ ഓടുന്ന ഒരു ആത്മീക ജീവിതത്തിലായിരിക്കുമ്പോൾ ഒരു കാര്യം ഓർക്കുക, ദൈവമക്കൾക്ക് വ്യക്തമായിരിക്കുന്ന അടിസ്ഥാനമുണ്ട്, ഉപദേശമുണ്ട്. അതുകൊണ്ട് പ്രമാണമില്ലാത്തവരല്ല നാം പ്രമാണത്തിന് വിധേയപ്പെട്ടവരാണ്. മുഖപക്ഷം എന്നുള്ളത് പാപമത്രേ. എന്നെ കേൾക്കുന്ന നിങ്ങളിൽ ആർക്കെങ്കിലും ഈ ഒരു സ്വഭാവ വിശേഷതയുണ്ടെങ്കിൽ ഇതൊരു പാപ സ്വഭാവമാണ്. ഇത് നിങ്ങളിൽ നിന്ന് മാറ്റിക്കളയുക. പാപം ദൈവത്തിൽ നിന്ന് മനുഷ്യനെ അകറ്റിക്കളയുന്നതാണ്. നിങ്ങൾക്ക് ദൈവത്തോട് അടുക്കുവാൻ കഴിയുകയില്ല. ഈ പാപം നിങ്ങളുടെ ജീവിതത്തിൽ നിലനിൽക്കുന്നിടത്തോളം കാലം ദൈവവുമായി നിങ്ങൾക്ക് യാതൊരു ബന്ധവും സ്ഥാപിപ്പാൻ കഴിയുകയില്ല. അതുകൊണ്ട് മുഖപക്ഷം നമുക്ക് നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കാം. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു.